പകരും വചനം ആത്മമാരിയ ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും കൃപതൻ നിറവായൊഴുകും വിടുതൽ നൽകുന്ന വചനം അറിവിൻ്റെ പൊരുളാകും വചനം സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥനയോടെ വചനം ശ്രവിക്കാം, ധ്യാനിക്കാം. 32-ാം സങ്കീർത്തനം 6 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ. കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അതവരെ സമീപിക്കുകയില്ല. അവിടുന്ന് എൻ്റെ അഭയസങ്കേതമാണ്. അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു. രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു. ഞാൻ നിന്നെ ഉപദേശിക്കാം. നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. കാരുണ്യവാനായ കർത്താവെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ലോകം മുഴുവൻ ഈ വചന ശുശ്രൂഷയുടെ ഭാഗമാകുന്ന ഓരോ വ്യക്തിയെയും അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. ഈ സമയം അങ്ങയുടെ തിരുഹൃദയത്തിൽ നിന്നും തിരുമുറിവുകളിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന തിരുരക്തത്തിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് ലഭിക്കട്ടെ. പത്രോസ് വചനം പ്രഘോഷിച്ചപ്പോൾ അദ്ദേഹത്തെ ശ്രവിച്ച എല്ലാവരുടെയും മേൽ ദൈവത്തിൻ്റെ അഗ്നി, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു എന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ വായിക്കുന്നു. വചനം ശ്രവിക്കുമ്പോൾ ആത്മാവിൻ്റെ അഗ്നി ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരട്ടെ. ദൈവസ്നേഹത്താൽ ഞങ്ങൾ ജ്വലിക്കട്ടെ. കഷ്ടതയിൽ ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അത് ഞങ്ങളെ സ്പർശിക്കാത്ത വിധം സംരക്ഷണം നൽകണമേ. അങ്ങ് നൽകുന്ന രക്ഷ എന്നും ജീവിതത്തിൽ അനുഭവിക്കുവാൻ, അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ, വചനത്തോട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ജീവിതത്തിൻ്റെ ക്ലേശങ്ങളിൽ ഞങ്ങളുടെ അരികിൽ നിൽക്കുന്ന, ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഓരോ നിമിഷവും ഞങ്ങളെ ഓർമ്മപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവെ, ഈ സമയം ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിച്ച് അങ്ങയുടെ വെളിച്ചം, അങ്ങയുടെ പ്രകാശം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. പ്രിയമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലെ മനോഹരമായ ഒരു വചനഭാഗം നമുക്ക് ശ്രവിക്കാം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 4 മുതൽ ഉള്ള തിരുവചനങ്ങൾ. അവന് സമരിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. സമരിയായിലെ സിക്കാർ എന്ന പട്ടണത്തിൽ അവൻ എത്തി. യാക്കോബ് തൻ്റെ മകൻ ജോസഫിന് നൽകിയ വയലിനടുത്താണ് ഈ പട്ടണം. യാക്കോബിൻ്റെ കിണർ അവിടെയാണ്. യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു ആ കിണറിൻ്റെ കരയിലിരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണിക്കൂറായിരുന്നു. ആ സമയം ഒരു സമരിയാക്കാരി അവിടെ വെള്ളം കോരാൻ വന്നു. യേശു അവളോട്, എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു. അവൻ്റെ ശിഷ്യന്മാരാകട്ടെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പട്ടണത്തിലേക്ക് പോയിരുന്നു. ആ സമരിയാക്കാരി അവനോട് ചോദിച്ചു, നീ ഒരു യഹൂദനായിരിക്കെ സമരിയാക്കാരിയായി എന്നോട് കുടിക്കാൻ ചോദിക്കുന്നതെന്ത്? യഹൂദരും സമരിയാക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ. യേശു അവളോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരുകയും ചെയ്യുമായിരുന്നു. അവൾ പറഞ്ഞു, പ്രഭോ, വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ല, കിണറോ ആഴമുള്ളതും. പിന്നെ ഈ ജീവജലം നിനക്ക് എവിടെ നിന്ന് കിട്ടും? ഈ കിണർ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ? അവനും അവൻ്റെ മക്കളും കന്നുകാലികളും ഈ കിണറ്റിൽ നിന്നാണ് കുടിച്ചിരുന്നത്. യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം
അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. അപ്പോൾ അവൾ പറഞ്ഞു, ആ ജലം എനിക്ക് തരിക, മേലിൽ എനിക്ക് ദാഹിക്കുകയില്ലല്ലോ, വെള്ളം കോരാൻ ഞാൻ ഇവിടേക്ക് വരികയും വേണ്ടല്ലോ. പ്രിയമുള്ളവരെ, വളരെ മനോഹരമായ ഒരു സുവിശേഷ ഭാഗമാണല്ലോ നാം ശ്രവിച്ചത്. സമരിയാക്കാരിയും യേശുവും തമ്മിലുള്ള സംഭാഷണത്തിലെ ഒരു ഏടാണ് വായിച്ചു കേട്ടത്. സമരിയാക്കാരി സ്ത്രീയുടെ ചില പ്രത്യേകതകളൊക്കെ പലവട്ടം നമ്മൾ ധ്യാനിച്ചിട്ടുണ്ടാകും. ഒരു പക്ഷേ ജീവിതത്തിൽ വലിയ ശൂന്യത അനുഭവിച്ച ഒരു വ്യക്തിയായിരുന്നു അവൾ. പക്ഷേ യേശുവിനെ കണ്ടുമുട്ടുന്ന ആ നിമിഷം മുതൽ അവളുടെ ജീവിതം എപ്രകാരമാണ് രൂപാന്തരപ്പെടുന്നത്, എപ്രകാരമാണ് മാറുന്നത് എന്ന് നാം ധ്യാനിക്കണം. യേശു തന്നെ അവളെ ഓർമ്മപ്പെടുത്തുന്നു, ആറാമത് ഒരുവന്റെ കൂടെയാണ് നീ ഇപ്പോൾ ജീവിക്കുക. ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരുവാൻ ക്രിസ്തു അവളോട് പറഞ്ഞത് ഒരുപക്ഷെ വളരെ ബോധപൂർവമായിരിക്കണം. കാരണം അവളുടെ ജീവിതത്തിലെ ചില കുറവുകളെക്കുറിച്ച്, ചില പോരായ്മകളെക്കുറിച്ച്, തിന്മകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുക എന്നതായിരുന്നു ക്രിസ്തുവിൻ്റെ ലക്ഷ്യം. അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. യേശു വ്യക്തമായി അവളോട് പറയുകയാണ്, ഇപ്പോൾ നീ ആരുടെ കൂടെ ജീവിക്കുന്നുവോ അവൻ നിന്റെ ഭർത്താവല്ല. പക്ഷേ 5 ഭർത്താക്കന്മാരുടെ ഒപ്പം നീ ഇതിനോടകം ജീവിച്ചിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, 6ാമത് ഒരു വ്യക്തിയുടെ കൂടെയാണ് ആ സ്ത്രീ ഇപ്പോൾ കഴിയുക. സ്നേഹത്തിനു വേണ്ടി ഈ ലോകം മുഴുവൻ തിരയുന്ന, സ്നേഹത്തിനു വേണ്ടി ഓരോ മനുഷ്യ വ്യക്തിയെയും സമീപിക്കുന്ന ഒരു ജീവിതമാണ് ആ മകളുടേത്. പക്ഷേ ഏതൊക്കെ വ്യക്തികളുടെ അടുക്കലേക്ക് പോയിട്ടും എവിടെയൊക്കെ തിരിഞ്ഞിട്ടും അപ്പോഴും ഹൃദയം ശൂന്യമായി നിൽക്കുന്ന ഒരു അനുഭവം. ഹൃദയം ശൂന്യമായി നിൽക്കുന്ന ആ ഒരു ജീവിതാവസ്ഥയിലാണ് അവൾ ദൈവത്തെ, ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നത്. അവിടുന്ന് അവളോട് പറഞ്ഞു, എനിക്ക് അല്പം വെള്ളം തരിക. ആ സംഭാഷണം വളരെ മനോഹരമായ, ഹൃദയസ്പർശിയായ ചില തലങ്ങളിലേക്കാണ് നീങ്ങുക. യേശു പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്നവൻ ആരെന്നും ദൈവത്തിൻ്റെ ദാനം എന്തെന്നും അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം നൽകുകയും ചെയ്യുമായിരുന്നു. അതാണല്ലോ വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം 6-ാം തിരുവചനത്തിലും അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുക. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവും. ദാഹിക്കുന്നവന് ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. തൻ്റെ അരികിലേക്ക് വരുന്ന ഓരോ വ്യക്തിയോടും ദൈവം പറയുന്ന ഒരു വചനമാണ്, തിരുവചനമാണ് നാം ശ്രവിച്ചത്. ദാഹിക്കുന്ന ഏതൊരുവനും ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്നും സൗജന്യമായി ഞാൻ നൽകും. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ തന്നെ 7-ാം അധ്യായം 37-ാം തിരുവചനത്തിലും അവിടുന്ന് ഇപ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. പ്രിയമുള്ളവരെ, ഒരു പക്ഷേ വലിയ ശൂന്യതയുമായി ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക. എവിടെയൊക്കെ കടന്നുപോയിട്ടും ആരുടെയൊക്കെ അടുക്കിലേക്ക് ചെന്നിട്ടും യഥാർത്ഥ സ്നേഹം, നിർമ്മലമായ സ്നേഹം അനുഭവിക്കാൻ കഴിയാതെ ഹൃദയം ശൂന്യമായി നിൽക്കുന്ന ഒരുപാട് വ്യക്തികൾ. പക്ഷേ ഈ തിരുവചന ഭാഗം, സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുക, ആ ശൂന്യത നിറയണമെങ്കിൽ, ആ ശൂന്യത അകലണമെങ്കിൽ നാം മറ്റ് എവിടെയും ഒരു മനുഷ്യ വ്യക്തിയുടെ അരികിലേക്കും പോയിട്ട് കാര്യമില്ല, മറിച്ച് ദൈവത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ അരികിലേക്ക് വരണം. പ്രിയമുള്ളവരെ, അവിടുന്നാണ് ജീവജലത്തിൻ്റെ അരുവികൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തെ സമ്പന്നമാക്കുക, നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുക. അത് തിരിച്ചറിഞ്ഞ സമരിയാക്കാരി സ്ത്രീ ക്രിസ്തുവിനോട് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു, ആ ജലം എനിക്ക് തരിക, മേലിൽ എനിക്ക് ദാഹിക്കുകയില്ലല്ലോ, വെള്ളം കോരാൻ ഞാനിവിടെ വരികയും വേണ്ടല്ലോ. ഈ ജലം ലഭിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും പിന്നീട് ദാഹിക്കുകയില്ല, ഒരിക്കലും
ജലം കോരാനായി മറ്റ് ഒരു കിണറിൻ്റെ അരികിലേക്കും പോകേണ്ട കാര്യമില്ല. ജെറമ്യാ പ്രവചനത്തിൻ്റെ 2-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ അവിടുന്ന് നമ്മെ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എൻ്റെ ജനം 2 തരത്തിലുള്ള തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. ജീവജലത്തിൻ്റെ ഉറവയായ ദൈവത്തെ മറന്നിട്ട്, ദൈവത്തെ തിരസ്കരിച്ചിട്ട്, ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുന്ന മനുഷ്യരായി പലരും, നാം ഓരോരുത്തരും മാറുന്നുണ്ട്. പ്രിയമുള്ളവരെ, പരിശോധിക്കേണ്ട സമയമായി. പൊട്ടക്കിണറുകൾ കുഴിച്ച് മുൻപോട്ട് പോകേണ്ടവരാണോ നാം? അതോ നമ്മുടെ ഹൃദയം ജീവജലം കൊണ്ട് നിറയ്ക്കണമോ? ഒരു സ്ത്രീയുടെ അനുഭവം ഞാൻ ഓർക്കുകയാണ്. അവർ എൻ്റെ മുൻപിൽ വന്ന് കണ്ണുനീർ ചിന്തി പറഞ്ഞ ഒരു കാര്യം ഇതാണ്. മറ്റൊരു വ്യക്തിയുമായി സ്നേഹബന്ധത്തിലായി. അദ്ദേഹത്തെ വിവാഹം കഴിക്കണം എന്ന് തീരുമാനിച്ചു. അതറിഞ്ഞ കുടുംബാംഗങ്ങളെല്ലാവരും അവളോട് പറഞ്ഞു, ഈ വിവാഹം നടത്തുന്നത് ഉചിതമല്ല, അതിൽ നിന്നും പിന്മാറണം. പക്ഷേ അവൾക്ക് ഒരു കാര്യമേ പറയാനുണ്ടായിരുന്നുള്ളൂ. ജീവിതത്തിൽ ഒരു വിവാഹം ഉണ്ടെങ്കിൽ അത് ഈ വ്യക്തിയുമായിട്ടായിരിക്കും. കുടുംബാംഗങ്ങളെല്ലാം മറന്ന്, മറ്റുള്ളവരെയെല്ലാം തിരസ്കരിച്ച് അവൾ ഈ വ്യക്തിയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ കരം പിടിച്ച് ഇറങ്ങി. വിദേശത്ത് ജോലിയുണ്ടായിരുന്ന ഒരു സഹോദരി വിവാഹത്തിനു മുൻപ് തന്നെ ആ മനുഷ്യൻ്റെ ഒപ്പം താമസിക്കുവാൻ തുടങ്ങി. അദ്ദേഹത്തോട് ഇവൾ പറഞ്ഞു, ഞാൻ വിദേശത്ത് പോയി എൻ്റെ ജോലിയുമായി ചേർന്നു നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും തീർത്ത് മടങ്ങി വരും. അങ്ങനെ മടങ്ങി വരുമ്പോൾ നമ്മുടെ വിവാഹം നടത്തണം. അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു ആ മനുഷ്യൻ അവളെ വിവാഹം ചെയ്യും. അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു ഒരുമിച്ച് വലിയ സ്നേഹത്തിൽ മുൻപോട്ട് പോകാൻ കഴിയും. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഉറപ്പ് കൊടുത്തു, തിരികെ വരുമ്പോൾ വിവാഹം നടക്കും. ഒരുപാട് വിശ്വാസത്തോടെ അവൾ ജോലിസ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. എല്ലാം തീർത്ത് മടങ്ങി വരികയാണ്. പ്രിയമുള്ളവരെ, മടങ്ങി വരുമ്പോൾ ഒരുപക്ഷെ തളർത്തിക്കളയുന്ന, താങ്ങാനാകാത്ത ഒരു വാർത്തയാണ് ആ സഹോദരി ശ്രവിക്കുക. ഈ മനുഷ്യന് അതിനു മുൻപ് തന്നെ ഒരു ഭാര്യയുണ്ടായിരുന്നു. ആ വിവാഹത്തിൽ നിന്നും അവർക്ക് ഒരു മകനുമുണ്ടായിരുന്നു. ആകെ തകർന്ന്, ആകെ തളർന്ന് എൻ്റെ മുൻപിൽ വന്ന് കണ്ണുനീർ പൊഴിച്ച ആ സഹോദരി അവർ പറഞ്ഞു, എനിക്കിനി എൻ്റെ ഭവനത്തിലേക്ക്, എൻ്റെ കുടുംബാംഗങ്ങളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല. കാരണം ഒരാളും, ഒരു വ്യക്തിയും എന്നെ സ്വീകരിക്കില്ല. അതുകൊണ്ട് എൻ്റെ ശേഷമുള്ള ജീവിതം ഏതെങ്കിലും ഭവനങ്ങളിൽ, അഗതികളെ നോക്കുന്ന ഭവനങ്ങളിൽ ചെലവഴിക്കുവാനായി ഞാൻ ശ്രമിക്കുകയാണ്. പ്രിയമുള്ളവരെ, കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് എൻ്റെ മുൻപിൽ പറഞ്ഞ ഒരു അനുഭവമാണ്. മനുഷ്യൻ സ്നേഹം നൽകും എന്ന് കരുതി താൻ വിശ്വസിച്ച വ്യക്തി തന്നെ ഒരു കാരണവശാലും ഉപേക്ഷിക്കില്ല എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ കരം പിടിച്ച് ഇറങ്ങിപ്പോയ ഒരു മകളുടെ അനുഭവം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഇതുപോലെ ദൈവത്തെ മറന്നിട്ട് പൊട്ടക്കിണറുകൾ കുഴിക്കുന്ന വ്യക്തികളായി നമ്മൾ മാറാറുണ്ട്. ഈ ലോകത്തിലേക്ക് തിരിഞ്ഞ്, ഈ ലോകം നൽകുന്ന സ്നേഹം, ഈ ലോകം നൽകുന്ന സമാധാനം, അതിനുവേണ്ടി ഒരുപാട് മനുഷ്യരെ സമീപിക്കുന്ന പലരും നമ്മുടെ ചുറ്റിലുമുണ്ട്. പക്ഷേ എപ്പോഴും ഹൃദയം ശൂന്യമായി അവശേഷിക്കും. ഈ ശൂന്യത നികത്തണമെങ്കിൽ, ഈ ശൂന്യത അകലണമെങ്കിൽ ദൈവം നൽകുന്ന രക്ഷ, ദൈവം നൽകുന്ന വിടുതൽ നമുക്ക് അനുഭവവേദ്യമാകണം. അതാണല്ലോ യെശയ്യാ പ്രവചനത്തിൻ്റെ 51-ാം അധ്യായം 6-ാം തിരുവചനം ഓർമ്മപ്പെടുത്തുക. ഞാൻ നൽകുന്ന രക്ഷ നിത്യമാണ്, മോചനം അനന്തവും. പ്രിയമുള്ളവരെ, ദൈവം ക്രിസ്തു നൽകുന്ന രക്ഷ മാത്രമാണ് ജീവിതത്തിൽ നിത്യമായി ഉള്ളത് എന്ന് ഉറപ്പിക്കാൻ, വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. ആദ്യം വായിച്ച സങ്കീർത്തന ഭാഗം അത് തന്നെയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുക. 32-ാം സങ്കീർത്തനം 6 മുതലുള്ള തിരുവചനങ്ങൾ. ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ. കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അതവരെ സമീപിക്കുകയില്ല. അവിടുന്ന് എൻ്റെ അഭയസങ്കേതമാണ്. അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിക്കുന്നു. രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു. ഞാൻ നിന്നെ ഉപദേശിക്കാം,
നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടിയുറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. എത്രയോ ആശ്വാസകരമായ, എത്രയോ അനുഗ്രഹപ്രദമായ വചനമാണ്. പ്രിയമുള്ളവരെ, ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ ദൈവം നൽകുന്ന വാഗ്ദാനം ഇതാണ്: കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അതവരെ സമീപിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ കഷ്ടതകൾ കടന്നു വന്നാലും, തകർച്ചകൾ കടന്നു വന്നാലും, ഏകരായി പോകുന്ന അവസ്ഥയുണ്ടായാലും ദൈവം അരികിലുണ്ടെങ്കിൽ അതൊന്നും നമ്മെ സമീപിക്കുകയില്ല, അതൊന്നും നമ്മെ സ്പർശിക്കാൻ ദൈവം അനുവദിക്കുകയില്ല. കാരണം അനർത്ഥങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നത് അവിടുന്നാണ്. രക്ഷ കൊണ്ട് നമ്മെ, നമ്മുടെ കുടുംബങ്ങളെ പൊതിയുന്നത് ക്രിസ്തുവാണ്, ദൈവമാണ്. പ്രിയമുള്ളവരെ, ആ രക്ഷ, ആ ജീവജലത്തിൻ്റെ അനുഭവം, അവിടുത്തെ ആ കരസ്പർശനം അനുഭവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അപ്പോഴാണ് യഥാർത്ഥ വിടുതലിൻ്റെ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരാൻ കഴിയുക. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കാണുന്ന പിശാചുബാധിതനായ വ്യക്തിയുടെ അനുഭവമുണ്ടല്ലോ. പ്രിയമുള്ളവരെ, എത്രയോ മാരകമായാണ് ആ മനുഷ്യൻ പിശാചിനാൽ നിയന്ത്രിക്കപ്പെടുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുക ഇങ്ങനെയാണ്: ക്രിസ്തു ഗെരസേനരുടെ നാട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ ആദ്യമായി കണ്ട ഒരു വ്യക്തി. അദ്ദേഹത്തെക്കുറിച്ച് വചനം പറയുന്നു, അദ്ദേഹം ശവക്കല്ലറകളിലാണ് ജീവിച്ചത്. ഉയർന്ന സ്വരത്തിൽ നിലവിളിക്കുമായിരുന്നു, തന്നെ കല്ലുകൾ കൊണ്ട് മുറിപ്പെടുത്തുമായിരുന്നു. അദ്ദേഹത്തെ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചിരുന്നുവെങ്കിലും ആ ചങ്ങലകളൊക്കെ പൊട്ടിച്ച് മാറ്റുമായിരുന്നു. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ ആ മനുഷ്യൻ്റെ ശക്തിയല്ല, ആ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളല്ല, മറിച്ച് ഉള്ളിലുള്ള തിന്മയുടെ ശക്തി, ഉള്ളിലുള്ള അന്ധകാരത്തിൻ്റെ ശക്തി, ശൂന്യത, അതാണ് അവിടെ പ്രവർത്തിക്കുക. ക്രിസ്തു കടന്നു വരുമ്പോൾ ഇത്തരത്തിലുള്ള ദുഃഖകരമായ ഒരു അവസ്ഥയിൽ ആ മനുഷ്യനെ കണ്ടുമുട്ടുന്നു. വചനം വളരെ പ്രധാനപ്പെട്ടതാണ്. വചനം ഓർമ്മപ്പെടുത്തുന്നു, അവൻ ജീവിച്ചത് ശവക്കല്ലറകളിലാണ്. അതായത് ഇപ്രകാരം ഒരു ശൂന്യതയുമായി, ഇപ്രകാരം അന്ധകാരം നിറഞ്ഞൊരു ഹൃദയവുമായി ജീവിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം എപ്പോഴും ശവക്കല്ലറകളിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് തുല്യനായിരിക്കും. കാരണം പാപം ചെയ്യുന്ന, ഉള്ളിൽ തിന്മയും ശൂന്യതയും നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികൾ, പ്രിയമുള്ളവരെ, അവർ ഒരിക്കലും ജീവിക്കുന്നവരുടെ ഗണത്തിനോട് ചേർന്ന് നിൽക്കുന്നവരല്ല, മറിച്ച് മരണപ്പെട്ടവരുടെ, മൃതരായവരുടെ ഗണത്തോടാണ് അങ്ങനെയുള്ള മനുഷ്യർ ചേർന്ന് നിൽക്കുക. അതുകൊണ്ടാണ് ഈ മനുഷ്യൻ ശവക്കല്ലറകളിൽ ജീവിച്ചിരുന്നു എന്ന് വചനം കുറിച്ചു വയ്ക്കുക. ഓരോ പാപം നാം ചെയ്യുമ്പോഴും, ഓരോ തിന്മയിൽ ജീവിക്കുമ്പോഴും, സ്നേഹമുള്ളവരെ, നാം ഓർമ്മിക്കണം, നാം ചേർന്ന് നിൽക്കുക ജീവിക്കുന്നവരോടല്ല, മറിച്ച് മൃതരോടാണ്, മരണപ്പെട്ടവരോടാണ്. പക്ഷേ അവിടെയും ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ആശ്വാസം ലഭിക്കുന്നത് ക്രിസ്തു വഴിയാണല്ലോ. അവിടുന്ന് പറഞ്ഞു, അവനെ നിയന്ത്രിക്കുന്ന ദുഷ്ടശക്തിയോട് പുറത്തു വരിക. ദൈവവചനം ആ മനുഷ്യന് വലിയ മോചനം, വലിയ വിടുതൽ, രക്ഷയുടെ അനുഭവം നൽകുകയാണ്. ആ പിശാചുകളുടെ കൂട്ടം പന്നികളിൽ പ്രവേശിച്ച് ആ പന്നികൾ പോലും ചത്തുപോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് അത്രമാത്രം തിന്മയുടെ ശക്തി പിടികൂടിയിരുന്ന ഒരു ജീവിതം. ഇങ്ങനെയുള്ള ഒരുപാട് വ്യക്തികൾ ഒരുപക്ഷെ ഈ ലോകത്തിൽ ഇന്നുണ്ട്. തിന്മയിൽ ജീവിക്കുന്ന, തിന്മയുടെ ശക്തി പല വിധത്തിൽ നിയന്ത്രിക്കുന്ന മനുഷ്യർ. പ്രിയമുള്ളവരെ, ചെറിയ പാപങ്ങളിലൂടെ ആരംഭിച്ച് വലിയ രീതിയിൽ ജീവിതം തിന്മയ്ക്ക് വഴിമാറുന്നത് ഈ വ്യക്തികളുടെ അനുഭവമാണ്. ഞാൻ ഓർക്കുകയാണ്, ഒരു സഹോദരൻ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞത്, വലിയ ദുഃഖഭാരത്തോടെ അദ്ദേഹം പങ്കുവെച്ചത് ഇതാണ്: അച്ഛാ, ഞാൻ IT ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമുക്കറിയാം, അങ്ങനെയുള്ള ജോലി മേഖലകളിലുള്ള വ്യക്തികൾ, അവർക്ക് ഒരുപാടൊന്നും ഉറക്കമുണ്ടാകില്ല. രാത്രിയിൽ ഒരുപാട് വൈകി ഭവനങ്ങളിലേക്ക് വരും, അതിരാവിലെ ഉണർന്ന് ജോലി സ്ഥലത്തേക്ക് മടങ്ങിപ്പോകും. ജോലി ഭാരം ഏറെയാണ്. ഈ വ്യക്തി എന്നോട് പറഞ്ഞു, എല്ലാ ദിവസവും ഒരുപാട് വൈകിയാണ് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് വരിക. കടന്നു വരുമ്പോൾ ഒരു ചിന്ത മാത്രമാണ് എൻ്റെ ഉള്ളിലുള്ളത്, എത്രയും വേഗം ഉറങ്ങണം. പക്ഷേ ഒരു ദിവസം പോലും അതിന് കഴിയാറില്ല. കാരണം അങ്ങനെ ഉറങ്ങണമെന്ന് ചിന്തിച്ചാൽ പോലും ഞാൻ ചെയ്യുന്നത് മറ്റൊന്നാണ്.
എല്ലാ ദിവസവും രാത്രികളിൽ എൻ്റെ ലാപ്ടോപ്പ് എടുത്ത് മുൻപിൽ വെച്ച് അതിൽ അശുദ്ധമായ ചിത്രങ്ങൾ കാണും. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, എല്ലാ ദിവസവും ഇതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക. ഇത് കാണുമ്പോൾ എൻ്റെ അമ്മ എന്നെ ഉപദേശിക്കും. അമ്മയ്ക്കറിയില്ല ഞാൻ ഏത് തരത്തിലുള്ള ചിത്രങ്ങളിലൂടെയാണ് കടന്നു പോവുക എന്ന്. പക്ഷേ ഒരുപാട് സമയം ഉറക്കമില്ലാതെ ഇരിക്കുന്നത് കാണുമ്പോൾ അമ്മ പറയും, മകനെ നീ പോയി ഉറങ്ങ്, ഇത്ര നേരം ഇങ്ങനെ സമയം ചെലവഴിക്കുന്നത് നല്ലതല്ല എന്ന് ഓർമ്മപ്പെടുത്തും. പക്ഷേ അങ്ങനെ നല്ലതല്ല എന്ന് ഓർമ്മപ്പെടുത്തുമ്പോഴും എനിക്ക് അത് നൽകുന്നത് മറ്റു തരത്തിലുള്ള ഒരു വികാരമാണ്. കാരണം അമ്മയെ എതിർക്കാൻ, അമ്മ പറയുന്നത് ശ്രവിക്കാതിരിക്കാനാണ് തിന്മയുടെ ശക്തി എന്നെ പ്രേരിപ്പിക്കുക. പലപ്പോഴും അതുകൊണ്ട് വലിയ ദേഷ്യത്തോടെ ഞാൻ അമ്മയോട് പെരുമാറിയിട്ടുണ്ട്. അമ്മ വീണ്ടും പറയുമ്പോൾ ഞാൻ അമ്മയുടെ മുഖത്തേക്ക് തുപ്പിയ ദിവസങ്ങൾ പോലുമുണ്ട്. ആ മകൻ എൻ്റെ മുൻപിലിരുന്ന് കരയുകയാണ്. അവൻ എന്നോട് പറഞ്ഞു, ഇപ്പോൾ ഞാനൊരു സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റിലാണ്, ഇതിൽ നിന്നും വിടുതൽ നേടാൻ. പക്ഷേ പ്രിയമുള്ളവരെ, ഒരു ധ്യാനത്തിന് കടന്നു വന്ന ഒരു സഹോദരൻ, അദ്ദേഹം കുമ്പസാരിച്ചു, വിശുദ്ധ കുർബാനയ്ക്ക് മുൻപിൽ പ്രാർത്ഥനയോടെ നിമിഷങ്ങൾ ചെലവഴിച്ചു. ദൈവം നൽകിയ വലിയ രക്ഷ, സമാധാനം ജീവിതത്തിൽ അനുഭവിച്ചു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ശൂന്യതയും അന്ധകാരവും കടന്നു വരുമ്പോൾ ഇതുപോലെ ദൈവം നൽകുന്ന രക്ഷ, ദൈവം നൽകുന്ന സമാധാനം അനുഭവിക്കാൻ കഴിയണം. യഥാർത്ഥ വിടുതൽ അത് ക്രിസ്തുവിന് മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ എന്ന് പ്രിയമുള്ളവരെ വചനം ഓർമ്മപ്പെടുത്തുകയാണ്. പുറപ്പാട് പുസ്തകത്തിൻ്റെ 14-ാം അധ്യായം 13-ാം തിരുവചനം നമ്മുടെ മനസ്സിൽ കുറിച്ചിടാം. വളരെ മനോഹരമായൊരു വചനം. നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ. മോശ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും. ഇന്നു കണ്ട ഈജിപ്തുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. തിന്മയുടെ ശക്തികൾ നമ്മുടെ മേൽ പിടിമുറുക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുക. ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുക. ശൂന്യത അകറ്റാൻ അവിടുന്ന് കടന്നു വരും. അവിടുന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കും. നമുക്ക് ജീവജലത്തിൻ്റെ അനുഭവം നൽകും. പ്രിയമുള്ളവരെ, ശൂന്യത അകറ്റാൻ, നമ്മെ പുതിയ ജീവിതത്തിലേക്ക് നയിക്കാൻ, രക്ഷയുടെ അനുഭവം നൽകാൻ ഒരു ദൈവമേ ഉള്ളൂ. അവൻ ക്രിസ്തുവാണ്, നമ്മുടെ ദൈവമാണ്. ശാന്തരായിട്ടിരിക്കുക. അവൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അവൻ രക്ഷ കൊണ്ട് കഷ്ടതകളിൽ, അനർത്ഥങ്ങളിൽ നമ്മെ പൊതിയും. ആ വിടുതൽ അനുഭവിക്കാൻ ഈ ജീവജലം എനിക്ക് നൽകണമേ എന്ന് നമുക്കും ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാം. ദൈവം ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.